ഗൈസ്, പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വാഗനർ, സാധാ മാരുതി വാഗനറിൻ്റെ സ്റ്റാരിംഗ് കോളത്തിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന കുറേ സ്റ്റാരിംഗ് കോളത്തിൻ്റെ സെയിം ആണിത്. അപ്പോൾ അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ട് അല്ല ഇതിന് വണ്ടെന്ന് പോട്ടെ, പിന്നെ കുറേ ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഇതിൽ ചേഞ്ച് ഉള്ളത്, അതായത് മറ്റേ സ്റ്റാരിംഗ് കോളത്തിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ചുള്ള ഏതൊക്കെ ഭാഗങ്ങളാണോ അത് ഞാൻ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സ്റ്റാരിംഗ് കോളം എന്ന് പറഞ്ഞത്, ഇവിടെ നിന്നിട്ടുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ബോൾ ജോയിൻ്റ് അയച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ മാറ്റി കൊടുക്കുക. ബോൾ ജോയിൻറ്റ് പറഞ്ഞാൽ റാക്കിൻ്റെ, അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റാക്കിൻ്റെ ചിലർ പറഞ്ഞിട്ട് ചിലർ ബോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗമാണത്, ഇവിടെ നിന്ന് ഇട്ടിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുണ്ട്. പിന്നെ ഇത് ഇവിടെ വരുന്ന ബുഷാണ്, അവിടെ മോൾഡ് ചെയ്ത് വെക്കുന്ന ബുഷാണ്. ഇത് ഇതിനകത്ത് നിന്ന് ഊരെടുത്തിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെയാണ് വരിക. പിന്നെ എന്ന് പറയുമ്പോൾ റാക്ക് ഫിഷ്, ഇതൊരു മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ റാക്ക് ഫിഷ്, റാക്ക്, കേസ്, അതുപോലെ ഈ പിനിയന്, ഇതിലുള്ള ഈ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ, പിന്നെ പഞ്ചർ. അപ്പോൾ ഞാൻ ഊരെടുത്തിൻ്റെ സാധനങ്ങൾ പറഞ്ഞാൽ ഈ പിനിയന് ഇതിനകത്ത് വരും. ഊരെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളതിൽ. അതുപോലെ ഇത് മുകളിൽ വരും, ഈ ഒരു ഞെട്ട് ഇതിലായിട്ട് എല്ലാ കാര്യങ്ങളത്തിൻ്റെ പോലെ തന്നെ ഇതിലായിട്ട് അത് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പിനിയൻ്റെ ഈ ഒരു ഹാഫിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടെന്നുള്ളൂ ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞത്. പിന്നെ ഇത് ലോക്ക്, അതുപോലെ ഇത് ഈ പ്ലഞ്ചർ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റാരിംഗ് കോളത്തിൻ്റെ പോലെ തന്നെ ഈ സ്പ്രിങ് ഇടുക. സ്പ്രിങ് കുറച്ച് ചെറുപ്പാണ്, വലുപ്പം കമ്മിയുള്ള സ്പ്രിങ്ങാണ് വരുന്നത്. പിന്നെ അതുപോലെ അതിന് വേണ്ടിയിട്ട് ഈ ഞെട്ടിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. ഇത് അലൂമിനിയം പീസാണ്. അപ്പോൾ ഇതിങ്ങനെ വരും, ഇത് ലോക്ക് ഞെട്ടാണ്. അപ്പോൾ ഇത് വരുന്നതാണ് പ്ലഞ്ചർ ആദ്യം ഇട്ടതിന് ശേഷം ഈ സ്പ്രിങ്, പിന്നെ ലോക്ക് ഞെട്ട്, അതിനോടുകൂടെ ലോക്ക് ഞെട്ടിൻ്റെ മുകളിൽ ഇത്. വേറെ കുറേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നത്. പിന്നുള്ളത് പറഞ്ഞാൽ പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഗ്രീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ ഈ ബോൾ ജോയിൻറ്റ് മാറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയാനുള്ളത്. ഈ വണ്ടിക്കുള്ളൊരു സീന് പറഞ്ഞാൽ റിഡ്സിൻ്റെ ഒക്കെ പോലെ തന്നെ മാറ്റി റിഡ്സിൻ സിറ്റി ആ കാറ്റഗറി വണ്ടികളെ പോലെ ക്രോസ് ഇറക്കിയിട്ട് നമുക്ക് ചെയ്യണം വാഗനറിൻ്റെ. ഇതാണ് ഇതിന് ക്രോസ് വരുന്നത്. ഇപ്പോൾ സ്റ്റാരിംഗ് കോളം ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞത് ഇതാണ്, ഈ 2 ബോൾട്ട്. അതുപോലെ ഇത് ഇവിടെ 12 ബോൾട്ടും ഇവിടെ 14 ബോൾട്ടാണ് വരുന്നത്. അതുപോലെ ഇത് ബോണ്ടാഷിൻ്റെ, ഈ ബോണ്ടാഷൻ താഴ്ന്ന് ബോൾട്ടാണ് ബോൾട്ട് വരുന്നത്. ആ ബോൾട്ട് 14 ബോൾട്ട് ഊരിയെടുക്കുക. അതുപോലെ അവിടെ 17ൻ്റെ ഇവിടെ 17. അപ്പോൾ ഇങ്ങനെ ക്രോസിന് 4 ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ ലോറാമി അത് ഊരിട്ടുള്ളതാണ്. ലോറാമിൻ്റെ എൻഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് ഇറക്കിയെടുക്കുക. പിന്നുള്ളത് പറഞ്ഞത് ഇതാണ് സ്റ്റാരിംഗ് കോളത്തിൻ്റെ മുകൾക്ക് കയറിക്കുന്ന ഭാഗം. സ്ട്രേറ്റ് പറഞ്ഞുതരാം. ക്രോസ് ഇറക്കുന്നതിന് മുമ്പ് ഈ ഒരു സൈലൻസർ നമ്മൾ അയക്കണം. അതുപോലെ ഇതാണ് ആ ബോണ്ടേഷൻ്റെ 3 ബോൾട്ട് ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞത്. ഇതാണ് ബോണ്ടേഷൻ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് മുകൾക്കാണ് ബോൾട്ട് വരുന്നത്, ഈ ഒരു ഭാഗം. പിന്നുള്ളത് പറഞ്ഞാൽ ഞാൻ നേരത്തെ ക്രോസുമ്പോൾ കാണിച്ചിരുന്ന ബോൾട്ടുകൾ പറഞ്ഞത് ഒന്ന് ഇത് അതുപോലെ ഇവിടെ ഏകദേശം സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതൊരു ഇത് ആൾക്കാർക്ക് അറിഞ്ഞാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ സ്റ്റാരിങ്ങിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണിത്. സ്റ്റാരിങ്ങിൻ്റെ പിനിയൻ്റെ മുകളിലായിട്ട് വരുന്ന ഭാഗമാണിത്. മറ്റുള്ള വേറെ ഇതിന് മുമ്പത്തെ സ്റ്റാരിങ് ബോക്സിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൽക്കൂടെ വെള്ളം കയറുന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു സീൽഡാണിത്. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ സ്റ്റാരിംഗ് കോളത്തിൻ്റെ 4 ബോൾട്ട് അയച്ചതിന് ശേഷം ഈ സെൻറ്ററിലുള്ള ഈ ബോൾട്ട് 12 ബോൾട്ട് ഉള്ളിൽ വരുന്നുണ്ട്. ആ ബോൾട്ട് ആദ്യം അയച്ചെടുക്കണം, ഫസ്റ്റായിട്ട് അത് ചെയ്യണം. പിന്നെ അത് അയച്ചെടുത്താൽ ഇത് ഊരിപ്പോരുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ടൈറ്റ് വരാം. അപ്പോൾ ടൈറ്റ് വരാമെന്നുണ്ടെങ്കിൽ വണ്ടി താഴത്ത് ഇറക്കിയായിട്ട് മുകളിൽ ചെറുതായിട്ടൊന്ന് ആമറിൻ്റെ അടിച്ചു കൊടുത്തിട്ട് പോരും, ഇറങ്ങിപ്പോരും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഈ ഭാഗം ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളെ പിനിയൻ്റെ ഭാഗം ടൈറ്റ് ചെയ്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്തില്ല, ഒരു ഫുള്ളായിട്ട് അടുപ്പിച്ച് വെച്ചിട്ടുള്ളൂ. അതുപോലെ ഈ പീസ് ഇതാണ് ലോക്ക് നെറ്റ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇവിടെ ഊരിക്കാറിഞ്ഞാൽ ഈ ടൂളിട്ടാണ്ട് വിശ്വാസം ഉണ്ടാകും, ഈ ടൂളിട്ടാണ്ട് ഊരുക. അതുപോലെ ടൈറ്റ് ചെയ്യാനൊക്കെ വേറെ സ്പെഷ്യൽ ടൂൾ എടുക്കുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പൈപ്പ് റേഞ്ച് ഇട്ടുകൊണ്ട് ഊരെടുക്കുക. അതുപോലെ ഇത് പൈപ്പ് റേഞ്ച് ഇട്ടുകൊണ്ട് ഊരെടുക്കുക. ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതാക്കിയാൽ മതി. ഇത്തിരി സോഫ്റ്റ് വലുപ്പം കൂടുമ്പോൾ ബോക്സ് ഇടാൻ ബുദ്ധിമുട്ടാവും. സ്പെഷ്യൽ ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചിരിക്കുക. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ റാക്ക് ഫിഷ്, ഇതാണ് പുതിയ റാക്ക് ഫിഷ് പറഞ്ഞത്. അപ്പോൾ ഇത് കയറ്റി പറഞ്ഞാൽ ഇത് ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് എല്ലാ മറ്റു വണ്ടിയുടെ പോലെ തന്നെ കേട്ടോ, ഒന്നുകൂടെ ക്വാളിറ്റി ഉള്ള ഫിഷ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കട്ടിങ് ഇതും കൂടെ ക്ലിയർ ആക്കി വെക്കുക, കറക്റ്റാക്കി വെക്കുക. കേട്ടോ, ഇത്ര കറക്റ്റാക്കി വെച്ചിട്ട് ഇത് കേട്ടോ പഴയ റാക്ക് ഫിഷ് ക്ലീൻ ആക്കി കേട്ടോ. പഴയ റാക്ക് ഫിഷ് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ പഴയ ബോൾ ജോയിൻ്റ് ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ റാക്ക് ഫിഷ് 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഴയ ബോൾ ജോയിൻ്റ് കയറ്റിയെന്ന് വെച്ചാൽ ഇതിപ്പം ഊരിട്ട് കളാണ്, ജസ്റ്റ് ഇട്ടുന്നുള്ളൂ. പിന്നെ ഇവിടെ തിരിച്ചു കൊടുക്കുക. ഈ ഭാഗം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് കയറി പോകും. ഒന്ന് തിരിച്ചാൽ കേട്ടോ, ശരി ടൈറ്റ് ഉണ്ടാവും കേട്ടോ. ശരി, തിരിച്ച് കയറിയോ? എത്ര മതിട്ടോ? ഓവറാക്കിയോ? എനിക്കിത് കയറിയിട്ട്
കരിക തിരികെ ആ വേസ് ഇതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഈ ഓളിക്ക് ഇവിടെ ഉള്ള ഈ ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് ഇതിൽ കയറിയിരിക്കും. കയറി റിട്ടേൺ തിരിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ പിന്നെ റാക്കിൻ്റെ കൂടെ ഇത് പോരും. ഞാൻ അതല്ല റാക്കിൻ്റെ കൂടെ ഈ ബുഷ് പോരില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഉള്ളിൽ കുറച്ച് കയറി പോയാലും ഒരു 3/4 ഭാഗത്തോളം പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്ലെയറോ പിടിച്ച് വലിച്ചാൽ കിട്ടും. ഇത് നേരെ ഫുള്ള് റാക്ക് ഉള്ളിൽ കൂടെ വലിച്ചാൽ കിട്ടും. അങ്ങനെ പോയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വാഗനറിൻ്റെ സ്റ്റാരിംഗ് കോളത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.